വാർത്താവിതരണ മന്ത്രാലയത്തിലെ ഇലക്ട്രോണിക് മീഡിയ വിഭാഗം മേധാവി ലാഫി അൽ സുബൈഹാണ് ഇക്കാര്യം വിശദീകരിച്ചത്. ഉപഗ്രഹ ചാനലുകൾക്കും ന്യൂസ് പോർട്ടലുകൾക്കും ലൈസൻസ് നേടാൻ 1 വർഷത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. സമയപരിധി അടുത്ത വർഷം ജൂലൈയിൽ അവസാനിക്കും. അതിനുശേഷം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മുഴുവൻ ഇലക്ട്രോണിക് മീഡിയകൾക്കുമെതിരെ 500 ദിനാർ മുതൽ 5000 ദിനാർ വരെ പിഴ ചുമത്തുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്യും. കുറഞ്ഞത് സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലുമുള്ള 21 വയസ്സിനുമേൽ പ്രായമുള്ള സ്വദേശികൾക്ക് മാത്രമാണ് 10 വർഷ കാലാവധിയുള്ള ഇ മീഡിയ ലൈസൻസ് അനുവദിക്കുകയെന്നും ലാഫി അൽ സുബൈഹ് പറഞ്ഞു. 500 ദിനാറാണ് ലൈസൻസ് ഫീസ്. ഇ മീഡിയ നിയമം ഭേദഗതി ചെയ്ത ശേഷം 250 പേരാണ് ഇതുവരെ ലൈസൻസ് അപേക്ഷയുമായി മന്ത്രാലയത്തെ സമീപിച്ചത്. ചാനലുകൾ ഉൾപ്പെടെ 27 മാധ്യമങ്ങൾക്ക് അനുമതി നൽകുകയും 118 അപേക്ഷകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളുകയും ചെയ്തു. 135 അപേക്ഷകളിൽ ഇനിയും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക, വ്യാജവാർത്ത പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും രാജ്യത്തെ ഇ മീഡിയ നിയമം സമഗ്രമാണെന്നും അൽ സുബൈഹ് കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.